ഗ്രീഷ്മ ഇപ്പോൾ പുതിയ നീക്കവുമായി മുന്നിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. എന്തൊക്കെ സംഭവിച്ചാലും കാര്യങ്ങൾ കൈവിട്ടു പോകരുത് എന്ന് ഉറപ്പിച്ച് മുന്നിലേക്ക് പോകുന്ന കൃഷ്ണ ഇതേ തുടർന്ന് നീക്കങ്ങൾ കൊണ്ടുപോകാൻ ആവശ്യപ്പെടുന്നു. ഇതോടെ ഗ്രീഷ്മ ഇടപെടുകയാണ് പ്രശ്നത്തിൽ. ബുദ്ധിപൂർവം കാര്യങ്ങൾ താൻ മുന്നിലേക്ക് നീക്കാം. അങ്ങനെ ചെയ്താൽ തൽക്കാലത്തേക്ക് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. അല്ലെങ്കിൽ ഇതുപോലുള്ള കെണിയിൽ ഇനിയും വീണുപോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി നമ്മൾ അങ്ങനെയൊരു വഴിത്തിരിവ് ഉണ്ടാക്കാൻ അനുവദിക്കരുത്. എത്രയും പെട്ടെന്ന് തന്നെ നീക്കങ്ങൾ ശക്തമാക്കി മുന്നിലേക്ക് കൊണ്ടുപോകണം എന്ന് ഉറപ്പിച്ചു പറയുന്ന അവൾ ഇതേ തുടർന്ന് മീനാക്ഷിയുടെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്രതീക്ഷിതമായ ഗ്രീഷ്മയുടെ ഈ കടന്നുവരവ് ഞെട്ടിച്ചിരിക്കുകയാണ് മീനാക്ഷിയുടെ അച്ഛനെയും അമ്മയെയും. അല്ല, ആരാ മനസ്സിലായില്ലല്ലോ എന്ന് അവർ പറഞ്ഞതിനെ തുടർന്ന് ഗ്രീഷ്മ വീണ്ടും പുതിയ ചതികൾ പുറത്തെടുക്കുകയാണ്. മുകുന്ദൻ്റെ മകളാണ് താൻ എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയുള്ള അവസരത്തിനായി കാത്തിരിക്കുകയായിരുന്നു അവൾ. വീണ് കിട്ടിയ അവസരം എന്തൊക്കെ സംഭവിച്ചാലും മുതലെടുക്കുക തന്നെ വേണം. ആ കാര്യത്തിൽ ഇനി ഒരു വിട്ടുവീഴ്ചയും ഇല്ല. വിജയം അതുമാത്രമാണ് മുന്നിൽ അവശേഷിക്കുന്ന കാര്യം എന്ന് ഉറപ്പിച്ചുകൊണ്ട് പോകുന്ന അവൾ ഇതേ തുടർന്ന് മുത്തശ്ശനെയും മുത്തശ്ശിയെയും ഒന്ന് കാണണം എന്നുള്ള ആഗ്രഹത്തിലാണ് താൻ ഇവിടേക്ക് വന്നിരിക്കുന്നത് എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ്. ഇതോടെ ആകെ കൺഫ്യൂഷനിലാവുകയാണ് ഇപ്പോൾ അവർ. മാത്രവുമല്ല, ഇതേ തുടർന്ന് താൻ തൻ്റെ അമ്മയെ അന്വേഷിച്ച് ഇറങ്ങിയതാണ്. അല്ല, മോളുടെ അമ്മ ആരാ? അത് ആരാണ് എന്ന് കണ്ടെത്തുകയാണ് എൻ്റെ ലക്ഷ്യം. എൻ്റെ അച്ഛൻ്റെ പേര് മുകുന്ദൻ എന്നാണ്. ഞാനെന്തായാലും ഇപ്പോൾ എൻ്റെ അച്ഛൻ നഷ്ടപ്പെട്ട് ഒറ്റപ്പെട്ട് നിൽക്കുകയാണ്. എനിക്ക് ആരും തന്നെയില്ല. ഇത് കേട്ടതോടെ ആകെ ഞെട്ടി നിൽക്കുന്ന അവർ, അത് ശരിയാ, ഇപ്പോഴത്തെ ലോകത്ത് എന്തൊക്കെ വഴിത്തിരിവുകളാണ് ഉണ്ടാകുന്നത് അല്ലേ? എത്ര പെട്ടെന്നാ കൂടെയുള്ളവർ പോലും അന്യന്മാരായി മാറിപ്പോകുന്നത്. ഒന്നിനും ഒരു ഉറപ്പില്ല. എപ്പോൾ വേണമെങ്കിലും കാര്യങ്ങൾ മാറിമറിയാം എന്നതാണ് സത്യം. അതുകൊണ്ട് തന്നെ ഇനി എങ്ങനെ ജീവിക്കാമെന്നാണ് ഞങ്ങളും ആലോചിക്കുന്നത്. ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആരുമില്ല തിരിഞ്ഞു നോക്കാൻ. അതുപോലെയുള്ള ഒരു അവസ്ഥയിലൂടെയാണ് ഞങ്ങളും ഇപ്പോൾ കടന്നു പോകുന്നത്. ഇത് കേട്ടതിനെ തുടർന്ന്, അങ്ങനെയല്ല മുത്തച്ഛ, മുത്തശ്ശനും മുത്തശ്ശിക്കും ഞാനൊക്കെ ഇല്ലേ, ഞങ്ങളൊക്കെ വെറുതെയാണോ? പിന്നെ ഇതൊക്കെ കേട്ട് ഉണ്ണിത്താന് വളരെയധികം സന്തോഷമുണ്ടായിരിക്കുകയാണ്. അപ്രതീക്ഷിതമായി തൻ്റെ കൊച്ചുമകളെ കണ്ടുമുട്ടിയ അവർ എന്താണ് ചെയ്യേണ്ടത് എന്നറിയാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ്. ആലോചിച്ചിട്ട് ശരിക്കും ഒരു എത്തും പിടിയും കിട്ടാത്ത അവസ്ഥ. സംഭവിക്കുന്നത് യാഥാർത്ഥ്യം തന്നെയാണോ അതോ മിഥ്യയാണോ? ഒന്നും മനസ്സിലാകാതെയാണ് ഇപ്പോൾ അവർ അവിടെ നിൽക്കുന്നത്. ഇനി എന്തു ചെയ്യണം, എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകണം എന്ന ചോദ്യങ്ങളാണ് ബാക്കിയാകുന്നത്. ഒരിക്കലും കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ വരുമെന്ന് അവരും പ്രതീക്ഷിച്ചതല്ല. ഇതേ സമയം ഉണ്ണിത്താൻ്റെയും ഭാര്യയുടെയും വിശ്വാസം പിടിച്ചു പറ്റുന്ന നാടകം അവതരിപ്പിക്കുകയാണ് ഗ്രീഷ്മ. മോളെ, എന്തായാലും മോള് ഞങ്ങളെ ഇടയ്ക്കൊക്കെ കാണാൻ വരണം. അതെന്താ മുത്തച്ഛ അങ്ങനെ പറയുന്നത്? മുത്തച്ഛനെയും മുത്തശ്ശിയെയും ഒക്കെ നോക്കാനല്ലേ ഞങ്ങളൊക്കെ ഇവിടെയുള്ളത്. ഞങ്ങൾ തീർച്ചയായും വരും. എനിക്കെന്തായാലും എൻ്റെ സ്വന്തം മുത്തച്ഛനും മുത്തശ്ശിയെയും കിട്ടിയ ഫീൽ തന്നെയാണ് ഇത്. ഞാൻ എന്തായാലും വരും. തൽക്കാലത്തേക്ക് ഞാനിപ്പോൾ ഇറങ്ങുകയാണ് മുത്തശ്ശ
എന്നും പറഞ്ഞ് വിശ്വാസം പിടിച്ചു പറ്റിക്കൊണ്ട് അവിടെ നിന്ന് ഇപ്പോൾ ഗ്രീഷ്മയാകട്ടെ ഇറങ്ങിപ്പോകുന്നു. ഗ്രീഷ്മയുടെ നാടകത്തിൽ വീണുപോകുന്ന അവർക്ക് ഇപ്പോൾ ഒരു സംശയവും ഉണ്ടാകുന്നില്ല എന്നതായിരുന്നു യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ അവർ ഗ്രീഷ്മ പറഞ്ഞതെല്ലാം വിശ്വസിച്ചു തുടങ്ങുന്നു. മാത്രവുമല്ല, മീനാക്ഷിയുടെ മകൾ തന്നെയാണ് അവൾ എന്ന് തെറ്റിദ്ധരിക്കുകയാണ് ഇപ്പോൾ. ഇതേ സമയം പുതിയൊരു വഴിത്തിരിവാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. തൻ്റെ അമ്മ ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ള സത്യം അറിഞ്ഞതിനെ തുടർന്ന് സൂരജിനെയും കൂട്ടിക്കൊണ്ട് അന്വേഷണം മുന്നിലേക്ക് കൊണ്ടുപോവുകയാണ് നീത. ഇതേ തുടർന്ന് വീണ്ടും ഉണ്ണിത്താനെയും ഭാര്യയെയും കാണുന്നതിനായി അവിടേക്ക് എത്തുമ്പോഴാണ് ഒരു പെൺകുട്ടി വന്നിരുന്നു എന്നുള്ള കാര്യം അറിയാനിടയാകുന്നത്. ഞങ്ങൾക്ക് ഞങ്ങളുടെ മകളെ പോലെയാണ് അവളെ തോന്നിയത്. അവളും ഞങ്ങളോട് അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. ഇങ്ങനെയൊരു കണ്ടുമുട്ടൽ ഞങ്ങളും പ്രതീക്ഷിച്ചതല്ല. ഇത് കേട്ട് ആകെ ഞെട്ടി നിൽക്കുകയാണ് സൂരജും അതുപോലെ തന്നെ നീതയും. ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവുണ്ടാകുമെന്ന് അവർ പ്രതീക്ഷിച്ചതല്ല. സത്യത്തിൽ ഉണ്ണിത്താനും കൂട്ടരും പറയുന്നത് കേട്ട് അന്തം വിട്ട് നിൽക്കുന്ന നീത ഇതേ തുടർന്ന് സൂരജിൻ്റെ അടുത്തേക്ക് ചെന്ന് കാര്യങ്ങൾ ചോദിക്കുകയാണ്. അതാരായിരിക്കും ഇവിടെ വന്നിട്ടുണ്ടാവുക? നീതേ, എന്തോ ഒരു ചതി നമുക്ക് ചുറ്റും നടക്കുന്നുണ്ട് എന്നതാണ് സത്യം. അതുകൊണ്ട് തന്നെ നമ്മൾ സൂക്ഷിക്കണം. നമ്മളെ വീഴ്ത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. നമ്മൾ അതിൽ വീണു പോകരുത്. ഒരിക്കലും നമ്മൾ തോൽവി സമ്മതിക്കരുത്. ഇതിൽ എന്തോ ഒരു ചതി നടക്കുന്നുണ്ട്. അത് നമ്മൾ കണ്ടെത്തണം. അതേ സൂരജേട്ടാ, എനിക്കും അത് മനസ്സിലാകുന്നുണ്ട്. ഇതേ തുടർന്ന് ഇപ്പോൾ മിന്നു ആകട്ടെ തനിക്ക് നീതയോട് ഒരു ദേഷ്യവുമില്ല എന്ന് വ്യക്തമാക്കുകയാണ്. വീട്ടിൽ അവളേക്ക് വിളിച്ചു കയറ്റുന്ന മീനു, ഇനി എൻ്റെ ഭാഗത്ത് നിന്ന് നീതയെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു പ്രവൃത്തിയും ഉണ്ടാവുകയില്ല. എൻ്റെ മണ്ടത്തരത്തിന് ക്ഷമിക്കണമെന്ന് പറയുകയും ചെയ്തതോടെ നീത അതിൻ്റെയൊന്നും ആവശ്യമില്ല എന്ന് വ്യക്തമാക്കുകയാണ്. കാര്യങ്ങൾ നമ്മൾ മുന്നിലേക്ക് കൊണ്ടുപോകും. നമ്മളെ തെറ്റിക്കാൻ ഒരുപാട് ചതി ഇവിടെ നടക്കുന്നുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കി മുന്നേറുകയാണ് ഇപ്പോൾ വേണ്ടത് എന്ന് പറഞ്ഞ് ഇപ്പോൾ ഒഴിഞ്ഞു മാറുകയാണ് നമ്മുടെ നീത. പക്ഷേ ഇതേ സമയം സൂരജ് ഉണ്ണിത്താൻ പറഞ്ഞ ആ പെൺകുട്ടി ആരാണ് എന്ന് കണ്ടെത്താൻ തീരുമാനമെടുത്തുകൊണ്ട് മുന്നിലേക്ക് കടന്ന് വരികയാണ്. തൻ്റെ അന്വേഷണം ഇതോടെ സൂരജ് ഒരു ഭാഗത്തു നിന്ന് തുടങ്ങുകയും ചെയ്യുന്നു. ഇതേ സമയം കൃഷ്ണയെ ചെന്ന് കാണുന്ന ഗ്രീഷ്മയാകട്ടെ ഉണ്ണിത്താനെയും കൂട്ടരെയും ഞാൻ കയ്യിലെടുത്തു കഴിഞ്ഞു. അവരുടെ മനസ്സിൽ മീനാക്ഷിയുടെ മകൾ ഞാൻ തന്നെയാണ് എന്നുള്ള ഒരു സൂചനയാണ് ഇപ്പോൾ ഞാൻ നൽകിയിരിക്കുന്നത്. അധികം വൈകാതെ തന്നെ എനിക്ക് കാര്യങ്ങളെല്ലാം അവരെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് ഞാനും വിശ്വസിക്കുന്നത്. കാര്യങ്ങൾ അത്ര ദൂരത്തൊന്നുമല്ല. എനിക്ക് കൈപ്പിടിയിലാക്കാൻ പറ്റുന്ന അത്ര അകലത്തിൽ തന്നെയാണ് ഇത്. നന്നായി മോളെ. നീത അവരെ സത്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നതിന് മുന്ന് നീ അവരുടെ മനസ്സിൽ മീനാക്ഷിയുടെ മകളായി ഇടം പിടിക്കണം. അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് നമ്മൾ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അതിനു വേണ്ടിയുള്ള നീക്കം നീ ഇപ്പോഴേ തുടങ്ങണം. അത് പറഞ്ഞില്ലെന്ന് വേണ്ട. അതിനെന്താ അമ്മ, ഞാൻ എന്തായാലും അങ്ങനെ ചെയ്തിരിക്കും. ഇത് ഗ്രീഷ്മ നൽകുന്ന ഉറപ്പാണ്, പാളിപ്പോവുകയില്ല എന്നും പറഞ്ഞ് അവൾ ഉറപ്പ് നൽകിയതോടെ കൃഷ്ണയ്ക്ക് സന്തോഷമാവുകയാണ്. പക്ഷേ ഇതേ സമയം
ആരാണ് ആ പെൺകുട്ടി എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുന്നതിന് വേണ്ടി സൂരജ് മുന്നിലേക്ക് പോയതിനെ തുടർന്നാണ് ഗ്രീഷ്മയാണ് ഈ ചതിക്ക് പിന്നിൽ കളിക്കുന്നത് എന്ന സത്യം മുൻപിലേക്ക് കടന്ന് വരികയും ചെയ്യുന്നു. ഇതോടെ ഞെട്ടി നിൽക്കുകയാണ് ഇപ്പോൾ അവൻ. നീതയെ ഉടൻ ഈ കാര്യം അറിയിക്കാൻ കുതിച്ചെത്തുന്നു സൂരജ്. കൂടുതൽ അപ്ഡേറ്റ്സുകൾ അതിവേഗം ലഭിക്കുന്നതിന് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.